ദേ ഷിയാട നമ്മുടെ ജെച്ചാസ് ഹെയർ കെയർ ഓയിൽ തേക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മുടി ഫുള്ള് പോയേക്കുവാണ്. നാര് കണക്കാണ് മുടിയൊക്കെ നാര് കണക്കായിരിക്കുന്നത്. കണ്ടോ, ഈ സൈഡ് കംപ്ലീറ്റ് പോയിരിക്കുക, കംപ്ലീറ്റ് പോയിരിക്കുവാണ്. ഇത് ഇതുപോലെ തന്നെ ഇവിടെയും ഇവിടെയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും കംപ്ലീറ്റ് പോയേക്കുവാണ്. അപ്പം നമ്മൾ ഈ മറ്റാരുടെയും ഫേസ് അല്ല, നമ്മളെ തന്നെ കമ്പനി തല തന്നെയാണ്. നമ്മുടെ ഈ ഹെയർ ഓയിൽ ജെച്ചാസ് ഹെയർ കെയർ ഓയിലാണ് നമ്മളിപ്പോൾ തേക്കാൻ പോകുന്നത്. ജെച്ചാസ് ഹെയർ കെയർ ഓയിലാണ് തേക്കാൻ പോകുന്നത്. ജസ്റ്റ് കുറച്ച് ഡ്രോപ്പ് എടുക്കുക. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒന്ന് ചൂടാക്കണം. കയ്യിൽ നല്ലപോലെ ചൂടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിഞ്ഞ സ്ഥലത്ത് ഇല്ലാത്തടുത്തൊക്കെ ഇച്ചിരി നല്ല ഇതായിട്ട് തേക്കുക. തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഫുൾ എല്ലായിടത്തേക്കും മസാജ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ശേഷം നമ്മുടെ റോസ്മേരി വാട്ടർ, നമ്മൾ തന്നെ തയ്യാറാക്കിയ റോസ്മേരി വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കറിയാം തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തിട്ട്, നമ്മൾ എണ്ണയും ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ റൂട്ടിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അടുത്ത റൂട്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മൾ എവിടെയാണോ പോയത് അവിടെ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിലും ഒന്ന് അടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫ്രീ ആയിട്ട് വിടുക. കണ്ട, ഇത് അപ്പോഴത്തേക്ക് ഉണങ്ങിപ്പോയിക്കോളും. നമ്മൾ ഈ എണ്ണ തേച്ചതിൻ്റെ ഒരു എഫക്റ്റും ഇതിനകത്ത് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ തേച്ച ആ ഒരു എണ്ണമയൊന്നും വരത്തില്ല. ഇത് അടിച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിക്കോളും. അപ്പോൾ ദേ നോക്കിക്കേ, നമ്മുടെ ഷിയാടെ തലയിൽ നമ്മൾ 20 ദിവസത്തിന് മുന്നെയാണ് മറ്റേ വീഡിയോ എടുത്തത്. 20 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണിത്. എന്തോരം വ്യത്യാസം വന്നു നോക്കിയത് നമ്മുടെ ഷിയാടെ തലയിൽ. കണ്ട, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ജെച്ചാസ് ഹെയർ കെയർ ഓയിൽ തേച്ചതിന് ശേഷമുള്ള എന്റെ തലയുടെ വ്യത്യാസം കണ്ട. നമ്മൾ ആരും കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നില്ല. എന്റെ തലയിൽ തന്നെ അന്ന് വീഡിയോ എടുത്തപ്പോ എങ്ങനെയായിരുന്നു, ഇവിടെയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ ആണെന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇവിടുത്തെ തെളിച്ചമൊക്കെ മാറുന്നത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ബേബി ഹെയർ ഒക്കെ കാണിച്ചു തരാം. ജസ്റ്റ് നേരം കണ്ട, ബേബി ഹെയർ ഒക്കെ വളരുന്നുണ്ടാ. അന്നത്തെ വീഡിയോക്കകത്ത് ബേബി ഹെയർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ബേബി ഹെയർ ഒക്കെ വളരുന്നുണ്ട്. ഇവിടേക്ക് ഇച്ചിരി ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ആ തിളക്കമൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ അത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചിയുടെ ഈ സൈഡാണ്. ഇവിടുത്തെ തിളക്കമായിരുന്നു എനിക്ക് ഭയങ്കര പേടി. അപ്പൊ നമ്മുടെ ജെച്ചാസിന്റെ ഹെയർ കെയർ ഓയിൽ തേച്ചതിന് ശേഷമുള്ള വ്യത്യാസം കണ്ടത് നമ്മളെ മുടിയില്ലത്. മുമ്പെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ആക്കുമ്പോ തന്നെ ഫുൾ ഉള്ളൊക്കെ കാണായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, മുടിയുടെ ഗ്രോത്ത് ഒക്കെ കണ്ടോ. നിങ്ങൾ ഈ ഉള്ളു നോക്കിയാൽ മതി, അന്നേരം തന്നെ മനസ്സിലാവും. നിങ്ങൾ സൈഡ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തലയൊന്നും പിടിച്ചേ, ഇത് കണ്ട, ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോരം ഉള്ളു വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ നാര് പോലത്തെ മുടിയായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോ നല്ല ഗ്രോത്ത് ആവുന്നുണ്ട് മുടിക്ക്. പിന്നെ എന്റെ തലയിൽ നല്ല അടിപൊളി താരനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല പൊടി കണക്ക് താരനൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൊടി കണക്കിരിക്കുവായിരുന്നു. ഡാർക്ക് ഷർട്ടൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ താരനൊന്നുമില്ല. തലക്ക് തന്നെ ഭയങ്കര കൂളായിട്ടിരിക്കും. എനിക്ക് ഒരു കോൺഫിഡന്റ് ആയി എല്ലായിടത്തും പോവാണ്. ഈ താരനൊന്നുമില്ല. മുടിയൊക്കെ നമ്മളെ വിചാരിക്കുന്നതിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 20 ദിവസത്തിന് ശേഷമുള്ള റിസൾട്ട്. ഇവിടെ നല്ല സൂപ്പർ ആയിട്ട് തിക്കായിട്ട് കേറി വരുന്നുണ്ട്. തിക്കായിട്ട് നല്ല ഇത് എന്തോ നല്ല തടി വെച്ചെന്ന് പറയുന്ന പോലെ മുടിക്കൊക്കെ നല്ല വണ്ണം വെച്ചെന്ന്. ഇപ്പൊ അല്ല, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് റിസൾട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ കാശൊക്കെ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യും. എന്റെ മുടി അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നല്ല സെലിബ്രിറ്റികളെ കൊണ്ട് അതൊന്നുമില്ല. എന്റെ തല കണ്ട് എന്റെ റിവ്യൂ കണ്ട് മേടിക്കുന്നവർ മേടിച്ചാൽ മതി. ഒരിക്കലും നമ്മൾ കള്ളത്തരങ്ങളൊന്നും പറയില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ. ഓരോരുത്തർ ചോദിക്കും ഇത് കെമിക്കലല്ല. ഒരു കെമിക്കൽ ഫ്രീ ആണ്. നമ്മൾ സ്മെല്ലിന് പോലും ഒന്നും ആഡ് ചെയ്യുന്നില്ല. എല്ലാം നമ്മളുടെ കാച്ചി എണ്ണയുടെ മണം തന്നെ. എന്റെ തലയിൽ തന്നെ തേച്ച് നിങ്ങൾക്ക് ഞാൻ പരീക്ഷിച്ച് റിസൾട്ട് വരികയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴത്ത് കൊടുത്തേക്കാം. മുടിയില്ലാണ്ട് ഒത്തിരി പേര് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് ഇനി എനിക്ക് അതിനെ കുറിച്ച് പേടിയൊന്നും ഇല്ല. ജസ്റ്റ് എന്റെ തല കണ്ടിട്ടൊക്കെ തന്നെയാണ് എന്നെ കെട്ടിയത്.
അതേപോലെ തന്നെ ഈ മുടിയില്ലാണ്ട് കല്യാണം മുടങ്ങി പോകുന്ന ഒത്തിരി പേരുണ്ട്. അത് പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ എല്ലാവർക്കും മുടിയില്ലാണ്ടൊക്കെ ഭയങ്കര, പെണ്ണുങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഹെൽത്ത് വരും. കൊച്ചു പിള്ളേർ ഒരു 6 മാസം കഴിഞ്ഞാൽ പിള്ളേർക്ക് വരെ തേച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ കുറച്ചുള്ള പിള്ളേരുടെ തലയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ചെറുപ്പത്തിലേ തന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നല്ല അടിപൊളി മുടിയായിട്ട് വരും. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ തലയിലാണെങ്കിലും ആണുങ്ങളുടെ തല, കല്യാണ പ്രായം എത്തിച്ച പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കാര്യം എടുത്തു പറയാണ്, അവർക്ക് നല്ല അടിപൊളി മുടി വരും. ഒരു 20 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് എൻ്റെ ഈ കാണുന്നത്. അപ്പം ഞാനൊരു 3-4-5 മാസം തേച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ എൻ്റെ പഴയതുപോലത്തെ മുടി തന്നെ എനിക്ക് കിട്ടും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജച്ചാസ് ഹെയർ കെയർ ഓയിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും, കൊറിയർ അയച്ചു തരും. വേണ്ടവർ ഓർഡർ ചെയ്തോ കേട്ടാ. എൻ്റെ മുടി കണ്ട് നിങ്ങൾ സന്തോഷിച്ചോ. റിസൾട്ടും തെളിവും എൻ്റെ തല തന്നെ, നമ്മൾ വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. മുടി ഉള്ളവരെ കൊണ്ടും മുടി ഇല്ലാത്തവരെ കൊണ്ടും ആരെ കൊണ്ടും ചെയ്യിപ്പിക്കില്ല. എൻ്റെ തല കാണിച്ച് എൻ്റെ മുടി വളരുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരിക. ഇനി ഇതിപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാ. ഇനി വരുന്ന മാസങ്ങളിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞ് ഒരു, പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ മരുന്ന് കഴിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് വേറൊരു കമ്പനിയുടെ ഗുളികയൊക്കെ ഞാൻ കഴിച്ചു. ആ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഒരു പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയതാ. ഞാൻ ഒരു ചീട്ടെടുത്ത് 5 രൂപ ഉള്ളൂ, പക്ഷെ ഗുളിക മേടിച്ച് 25,000 രൂപ. കുറെ ലേഹ്യവും കഷായവും അതും ഇതൊക്കെ കഴിച്ചിട്ട് ഒരു രോമം പോലും വളർന്നില്ല. പക്ഷെ ഇത് തേച്ചൊരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ മാറ്റം നോക്കിക്കുക. എൻ്റെ ഉള്ളൊക്കെ വന്നോട്ടോ അടിപൊളിയായിട്ട്. സൂപ്പർ റിസൾട്ട് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പച്ചമരുന്നുകൾ മാത്രം, ഒരു കെമിക്കലും ഇല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ബൈ ബൈ.